1.5 മാസത്തിനിടെ ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചത് 8 പേർക്ക്. ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട്. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥി പാല ചക്കാമ്പുഴ സ്വദേശി ടോമിയുടെ മകൻ സെബിൻ ടോമിയാണ് ഇന്നലെ മരിച്ചത്. പാല സെന്റ് തോമസ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് സെബിൻ. ഒരാഴ്ച മുമ്പാണ് സെബിന് മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സെബിന്റെ ആരോഗ്യനില വഷളാകുകയും ചെയ്തു. തുടർന്ന് തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഡയാലിസിസ് അടക്കം ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി മരുന്നുകളോടും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനിടെയാണ് സെബിന് രക്തത്തിന് ആവശ്യം വന്നത്. സെബിനായി രക്തം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് എത്തിയത്. ഇവരെയെല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് സെബിൻ വിടവാങ്ങുന്നത്. കുറച്ചു ദിവസങ്ങളിലായി കോട്ടയം ജില്ലയിൽ മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഈ വർഷം ജനുവരി 1 മുതൽ ഇതുവരെ ജില്ലയിൽ 8 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഭൂരിഭാഗവും ഹെപ്പറ്റൈറ്റിസ് എ കേസുകളാണ്. വിദ്യാർത്ഥിയുടെ മരണം റിപ്പോർട്ട് ചെയ്തതോടെ മേഖലയിൽ കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തീരുമാനിച്ചിട്ടുമുണ്ട്. ജില്ലയിൽ കൂടുതൽ കണ്ടുവരുന്നത് കുടിവെള്ളം വഴിയും ആഹാര സാധനങ്ങൾ വഴിയും പകരുന്ന എ വിഭാഗം ഹെപ്പറ്റൈറ്റിസ് ആണ്. ചെറിയ കുട്ടികളിൽ അത്ര ഗുരുതരമാകാറില്ലെങ്കിലും മുതിർന്നവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ജില്ലയിൽ കൂടുതലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ കേസുകളാണ്. ഉത്സവം, വിവാഹം, മറ്റ് ആഘോഷങ്ങൾ എന്നിവ നടക്കുന്ന സമയമായതിനാൽ പൊതുസ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ശീതള പാനീയങ്ങൾ ഉപയോഗിക്കുന്ന ഐസും വെള്ളവും ശുദ്ധീകരിച്ചതാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. പാനീയങ്ങൾ തയ്യാറാക്കുന്നവരും വിൽക്കുന്നവരും വ്യാവസായിക അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഐസ് ബ്ലോക്കുകൾ ഉപയോഗിക്കരുത്. ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ചുള്ള ക്യൂബ്സ് ഐസ് മാത്രം ഉപയോഗിക്കണം. യഥാസമയം വിദഗ്ധ ചികിത്സ ആരംഭിച്ചില്ലെങ്കിൽ മഞ്ഞപ്പിത്തം മരണത്തിലേക്ക് നയിക്കും. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ തുടക്കത്തിൽ ആരംഭിച്ചാൽ രോഗം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ സാധിക്കും. ശരീരത്തിൽ രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞ് 2 മുതൽ 7 ആഴ്ചയ്ക്കകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ചിലപ്പോൾ ഇത് ഒരാഴ്ച മുതൽ 3 ആഴ്ച വരെ ആകാനും സാധ്യതയുണ്ട്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി വേഗത്തിൽ വൈദ്യസഹായം തേടാനും ഒറ്റമൂലി ചികിത്സകൾ ഒഴിവാക്കാനും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ശരീരവേദനയോട് കൂടിയ പനി, തലവേദന, ക്ഷീണം, ഓക്കാനം, ഛർദി തുടങ്ങിയവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പിന്നീട് മൂത്രത്തിനും കണ്ണിനും മറ്റ് ശരീരഭാഗങ്ങളിലും മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടാം. രക്തപരിശോധനയിലൂടെ മാത്രമേ രോഗനിർണയം പൂർണ്ണമായി സ്ഥിരീകരിക്കാനാവൂ. മുൻകരുതൽ എന്ന നിലയിൽ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം പാലിക്കണം. ഈച്ചശല്യം തടയുക, വെള്ളം ഉൾപ്പെടെയുള്ള ആഹാരങ്ങൾ അടച്ചു വെക്കുക, ചപ്പുചവറുകൾ കുന്നുകൂടാതെ ശ്രദ്ധിക്കുക, തൊഴുത്തും മറ്റും വീട്ടിൽ നിന്നും അകലെയാക്കുക, കിണർ വെള്ളം ഉൾപ്പെടെ ക്ലോറിനേറ്റ് ചെയ്യുക, സർക്കാർ അംഗീകാരമില്ലാത്ത ഒറ്റമൂലി ചികിത്സാ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട്. ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ശരിയായ ചികിത്സ തേടണമെന്നും സ്വയം ചികിത്സ പാടില്ലെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു.